ആദിവാസികളല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനെന്ന് പരിശോധിക്കണമെന്നായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നിയമസഭയിലെ പ്രതികരണം. കഴിഞ്ഞ ദിവസമുണ്ടായ വന്യജീവി ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണം. വനത്തിനുള്ളിലും പുറത്തും വന്യജീവി ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം. അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജനവാസ മേഖലയിൽ ഇവരിറങ്ങുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നല്ല സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്നും കൂടി ഞാൻ പറഞ്ഞു. ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം പൂർണ്ണമായും ജനവാസ മേഖലയിലാണ്. അത് മന്ത്രിക്ക് ഈ ഘട്ടത്തിലെങ്കിലും ബോധ്യമായി കാണുമെന്ന് നമുക്ക് കരുതാം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കാടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയവരല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വനമന്ത്രി നിയമസഭയിൽ നടത്തിയത് തെറ്റായ പരാമർശമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അത് തെറ്റായ പരാമർശമാണ്. 1-2 കേസുകൾ കാട്ടിൽ നടന്നതിന്റെ പിന്നലെ മിനിഞ്ഞാന്ന് നടന്ന പ്ലാന്റേഷനിലാണ് നടന്നത്. അത് വനാതിർത്തിയല്ല, വനാതിർത്തിക്ക് പുറത്താണ് പ്ലാന്റേഷൻ അത് നടന്നത്. മിനിഞ്ഞാന്ന് നടന്നത്. ഇന്നലെ നടന്നത് വയലിലാണ് നടന്നത്. ആൾതാമസമുള്ള ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ആന ഇറങ്ങിച്ചെല്ലുവാണ്. നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ്. അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. അദ്ദേഹം വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വേറെ കാട്ടിൽ പോണവരെ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു.